മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു ഞങ്ങളെ പടലേക്ക് ഇടണ്ടെന്ന്. പിന്നെ ആരുടെ പടലേക്ക് ഇടണ്ടേ? ഇതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നത് കേരള ഗവൺമെൻറ് കൂടിയാണ് എങ്കിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലേ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്ര സ്ഥലത്ത് റീൽസ് എടുത്തു? ദേശീയപാത അദ്ദേഹത്തിൻ്റെ സ്വന്തമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടല്ലോ. താർന്നു വീഴുമ്പം തള്ളി പറഞ്ഞാൽ പോരാ, ഇതിന് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം. കുരിയാറുണ്ടായപ്പോൾ തന്നെ ലോകസഭയിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ KC വേണുഗോപാലാണ് അവിടെ എത്തി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി യോഗം വിളിച്ച് ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം, കോൺട്രാക്ടർമാരെ അയോഗ്യരാക്കണമെന്ന് തീരുമാനിച്ചത്. കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒത്തുകളിക്കുകയാണ്. കേരളത്തിലെ NHന്റെ വിങ്ങിനെ നിയന്ത്രിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. NHന്റെ എഞ്ചിനീയർമാരെ നിയന്ത്രിക്കുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും കേരള സർക്കാർ തന്നെയാണ്. അത് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ പടലേക്ക് ഇടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ പടലേക്ക് ഇടണമെന്നും കൂടെ മുഖ്യമന്ത്രി പറയണം. കേരള സർക്കാരിന് ഒരു കാരണവശാലും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഭാരിച്ച ഉത്തരവാദിത്വം സർക്കാരിൻ്റെ തലയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പടലി മലബാറുകാരുടെ മാത്രം ഭാഷയാണ്, കഴുത്തിൽ തന്നെയാണ്, ചുമലിൽ തന്നെയാണ്. ഈ തുടർച്ചയായി 2 അപകടം ഉണ്ടാവുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സുരക്ഷയിൽ ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ടാവും. വലിയ ആശങ്കയുണ്ട്. ഇന്നലെ തന്നെ കഷ്ടിച്ചാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. അത് മലപ്പുറത്തും അങ്ങനെ തന്നെയാണ്. അവിടെ പോയപ്പോൾ കുരിയാട് പോയപ്പോൾ കാണാൻ പറ്റി, കാറൊക്കെ തകർന്ന് കിടക്കുന്നത്. എത്രയോ ഗുരുതരമായ കേസാണ്. ഇതിൽ അശാസ്ത്രീയത, അപാകത. കോൺട്രാക്റ്റ് എടുത്ത പല ആളുകളും മറിച്ചു കൊടുക്കുന്ന പൈസയ്ക്കല്ല. ഞങ്ങൾ അക്കൗണ്ട് നിരത്തിയതല്ലേ. കോഴിക്കോട്ടൊരു സമരം DCCയുടെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അക്കൗണ്ട് നിരത്തി അഴിയൂര് മുതൽ വെങ്ങാടി ഗേറ്റ് വരെ ഉള്ളത് 1800 കോടി രൂപയ്ക്ക് എടുത്തിട്ട് അത് സബ് കോൺട്രാക്ട് കൊടുത്ത് 900 കോടിക്കാണ്. നേർപകുതി ലാഭമാണ്. നേർപകുതി കോൺട്രാക്ടർക്ക് പണിയെടുക്കാതെ ലാഭം കൊടുത്തു. അത് അഡ്ജസ്റ്റ്മെൻ്റാണ്, അഴിമതിയാണ്. അങ്ങ് ധൃതി പിടിക്കുകയല്ലോ കാര്യം. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു റോഡിന് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂളായിട്ട് നിശ്ചയിക്കുന്നതിന് പകരം ആ റോഡിൻ്റെ ഭദ്രതയല്ലേ, സുരക്ഷയല്ലേ, അതിൻ്റെ നിർമ്മാണത്തിലെ മേന്മയല്ലേ ആവശ്യം? യാത്രക്കാരുടെ സുരക്ഷയല്ലേ ഇവിടെ അപകടത്തിലാകുന്നത്? അതിൽ അപാകതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് സർക്കാരിന്. ഈ ശബരിമലയിലെ വിഷയം ഇനി എങ്ങോട്ടേക്കാണ്? ഇനി കൂടുതൽ ആരെങ്കിലും ശബരിമലയിൽ ഹൈക്കോടതി എന്താ പറഞ്ഞു ഇന്നലെ? കൂടുതൽ ഉന്നതന്മാർ കുടുങ്ങാനുണ്ട്, അകത്താകാനുണ്ട്. മുഖ്യമന്ത്രി എന്താ അറച്ചു നിൽക്കുന്നത്? ഗോവിന്ദ മാഷ് എന്താ മടിച്ചു നിൽക്കുന്നത്? അവർക്കെന്താ വ്യക്തതയില്ലാത്തത്? ഗോവിന്ദ മാഷെ മറുപടി എന്താണ്? ആർക്കെങ്കിലും ബോധ്യം വരുമോ? ജയിൽ കിടക്കുന്നവരിൽ പാർട്ടി നടപടി എടുക്കാൻ പറ്റുമെന്ന്? ആളുകളെ വിഡ്ഢികളാക്കുന്നതിന് ഒരു അതിര് വേണ്ടേ? ഭയപ്പെടുകയാണ്. ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റിലായിട്ടുള്ള പത്മകുമാറിനെയും വാസുവിനെയും CPM നേതാക്കന്മാർ ഭയപ്പെടുകയാണ്. അവരുടെ മേൽ പാർട്ടി നടപടി സ്വീകരിച്ചാൽ അവർ സത്യം വെളിച്ചത്ത് കൊണ്ടുവരും. കൂടുതൽ ഉത്തരവാദികളായ മുതിർന്ന നേതാക്കന്മാരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അവർ തുറന്നു പറയും. അവരെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അവരെ സ്വർണത്തിൽ പൊതിഞ്ഞ ശില്പങ്ങൾ കട്ടെടുത്ത ആളുകളെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ? കേരള സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ, അഴിമതി, മോഷണം, അത് പിടിക്കപ്പെടും. ജനങ്ങളുടെ കോടതിയാണ് ഏറ്റവും വലിയ കോടതി. ജനങ്ങൾ കോടതിയിൽ അവർക്കെതിരായിട്ടുള്ള വിധി പ്രഖ്യാപിക്കും. ശക്തമായ മുന്നേറ്റം, അതിശക്തമായ മുന്നേറ്റം, റെക്കോർഡ് വിജയമായിരിക്കും. വയനാട്ടിൽ എങ്ങനെയാണ് സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി? വയനാട് അല്ലെങ്കിലും UDFൻ്റെ ശക്തി കേന്ദ്രമാണ്. ഇപ്രാവശ്യം കൂടുതൽ ശക്തമായ യോജിച്ച കെട്ടുറപ്പിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ചില ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു, പ്രത്യേകിച്ച് എല്ലാം പരിഹരിച്ചു. യുവാക്കൾ എത്ര പേരാ? ശരി, താങ്ക് യു ഓൾ.